പ്രിയങ്ക വർമ്മ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി ദേ ഈ പെൻഡ്രൈവിലുണ്ട്. അരവിന്ദ്, നീ എന്താ ഈ പറയുന്നത്? അതെ ബ്രോ, സ്റ്റോർ റൂമിന്റെ കഥ കടഞ്ഞും തുറന്നുവെന്നും മാജിക്കും മന്ത്രമൊന്നുമല്ല. അത് ചിലർ ബോധപൂർവം പ്ലാൻ ചെയ്ത് കളിച്ച കളിയാണ്. അരവിന്ദ്, നീ എന്താ പറഞ്ഞു വരുന്നത്? നേരെ വിഷയത്തിലേക്ക് വാ. അങ്കിൾ, അത് പറയുന്നതിനേക്കാൾ എന്താണ് അവിടെ നടന്നതെന്ന് കാണുന്നതാ നല്ലത്. അപ്പോ മനസ്സിലാവും സത്യം. അരവിന്ദ്, ഇപ്പൊ എല്ലാവർക്കും സ്റ്റോർ റൂം എങ്ങനെ പുറത്തുനിന്ന് ലോക്കായെന്ന് മനസ്സിലായല്ലോ. ഇനി സ്റ്റോർ റൂം എങ്ങനെ ഓപ്പൺ ആയിന്ന് കൂടി കാണിച്ചു കൊടുക്കാൻ.
ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ എങ്ങനെ കഥ കടഞ്ഞെന്നും തുറന്നെന്നും. രാവിലെ വെറുതെ CCTV ഒന്ന് ഓപ്പണാക്കി നോക്കിയതാ. ഇനി മതിയാക്കാം ഇവിടുത്തെ ചോദ്യോത്തര പരിപാടികൾ. ആർക്കും എതിർപ്പൊന്നുമില്ലല്ലോ. വായടക്കടി. ഇനി നീ എന്നെ ആന്റിന്ന് വിളിച്ച കൊന്നുകളയും നിന്നെ ഞാൻ. നീയൊക്കെ എന്റെ ആങ്ങളയുടെ മോളാണെന്ന് പറയാൻ ലജ്ജ തോന്നുന്നു എനിക്ക്. ഇറങ്ങിപ്പോടി വെളിയില്. പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങിപ്പോ. പോകാൻ. പ്ലീസ് ആന്റി, ആന്റി ഞാൻ പറയുന്നതൊന്ന് കേക്ക്. പ്രിയങ്കേച്ചി എന്നെ അടിച്ച ദേഷ്യത്തില് ഈ കല്യാണം മുടക്കാൻ വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തത്. പ്ലീസ്, ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല. പ്ലീസ്. ദേ ഇറങ്ങിക്കോണം വെളിയില്. ഇറങ്ങിപ്പോടി. ആദ്യം നിന്റെ ചേച്ചിയെ കൊണ്ടുവന്നു. അവൾ ഇവളുടെ കല്യാണം മുടക്കിയിട്ട് പോയി. ഇപ്പൊ നീ അടുത്ത കല്യാണം മുടക്കാൻ നോക്കുന്നോ? നിന്നെയൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാ വേണ്ടത്. വാടി ഇങ്ങോട്ട്, വാടി. അറിയുന്നൊന്ന് കേക്ക് ആന്റി. മതി, നിന്ന് മോങ്ങണ്ട. നല്ലോണം വേദനിച്ചോ നിനക്ക്? വേദനിക്കാതെ പിന്നെ അടിച്ചെന്റെ കർണം പൊളിച്ചിട്ട്. എന്നാലും ആന്റി എന്നെ ഇങ്ങനെ അടിക്കുമെന്ന് വിചാരിച്ചില്ല. ചേടാ എന്ന് പറഞ്ഞാ നീ എന്ത് വേലയെ കാണിച്ചെന്നറിയോ? ഞാൻ അപ്പൊ നിന്നെ അടിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു അറിയോ? നിന്റെ ശവം വീണേനെ അവിടെ. ലൈസൻസ് ഉള്ള 2 തോക്കുള്ള വീടാ ഇത്. നിനക്കറിയില്ല അഖിലാണ്ടേശ്വരിയെ. ആരോട് എന്ത് കാണിച്ചാലും അവര് ചിലപ്പോ ക്ഷണിച്ചെന്ന് വരും. പക്ഷെ ആനന്ദിനോട് ആരെങ്കിലും ചതി കാണിച്ചാ പിന്നെ പൊറുക്കില്ല ആ സ്ത്രീ. അല്ലെങ്കിൽ തന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ അറിയാതെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ കൃത്രിമം കാണിക്കാൻ പോയത്? എന്ത് കാര്യത്തിന്? ആരെ കാണിച്ച് എന്ത് നേടാൻ? അതല്ല ആന്റി, പ്രിയങ്കേച്ചിയെ ആന്റിയെ സഹായിക്കാൻ വേണ്ടിയാ ഞാൻ നോക്കിയത്. ആ കല്യാണി പുറത്തായിട്ട് ആന്റിയോട് പറയുമ്പോ ആന്റിക്ക് സന്തോഷമാവുമല്ലോ എന്ന് കരുതി. സന്തോഷം? പ്രിയങ്കയെ സഹായിക്കാൻ നീ ആരാടി? അവളുടെ പെറ്റ തള്ളയാണോ? നശൂലം പിടിക്കാനായിട്ട്. എന്നിട്ടിപ്പോ എന്തായി? ഞാൻ അറിഞ്ഞോ ഇവിടെ എല്ലായിടത്തും ക്യാമറ വെച്ചിട്ടുണ്ടെന്ന്? ഇതൊരുമാതിരി മന്ത്രിമാരുടെ ഓഫീസ് പോലെ തൂണിലും തുരുമ്പിലും ഒക്കെ ഓരോന്ന് വെച്ച് പിടിപ്പിച്ചിരിക്കുകയല്ലേ. ആ ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും കയ്യിൽ നിന്നെല്ലാം പോയി. ആ നീ ഇവിടുന്ന് തൽക്കാലം എങ്ങോട്ടെങ്കിലും പോവാൻ നോക്ക്. ഞാനും അധികം നേരം ഇവിടെ നിന്നോട് സംസാരിച്ചോണ്ടിരുന്നാലേ എന്റെ കാര്യവും പോക്കാം. ആന്റി, എന്റെ ഇവിടുത്തെ ജോലിക്കാര്യം. ജോലിക്കാര്യം നിന്റെ കഷ്ടം തന്നെ. അതിനൊക്കെ ആന്റി വഴി ഉണ്ടാക്കാൻ ശ്രമിക്കാം. തൽക്കാലം ഈ ചൂടൊന്നും അടങ്ങട്ടെ. നീ കുറച്ചു നാള് മാറി നിൽക്ക്, ഞാൻ വിളിക്കാം. ആ പ്രിയങ്ക, നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയല്ലോ. തൃച്ചംബരത്തുകാർ പറഞ്ഞ വാക്കിൽ നിന്ന് പിന്മാറില്ല. അതുകൊണ്ട് വിവാഹ തീരുമാനത്തിന് ഒരു മാറ്റവുമില്ല. ഇനി നീ തീരുമാനിക്കണം, ഈ കല്യാണവുമായി മുന്നോട്ട് പോകണോ വേണ്ടയോന്ന്. എന്റെ മകന് വേണ്ടി മനസ്സില്ലാ മനസ്സോടെ ആരും ഒരു ത്യാഗവും ചെയ്യാൻ നിൽക്കണ്ട. അതാവശ്യമില്ല ഇവിടെ. ഐ എം എക്സ്ട്രീംലി സോറി ആന്റി. ആന്റി എന്നോട് ക്ഷമിക്കണം. കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെണ്ണിന്റെ സ്ഥാനത്തുനിന്ന് ചിന്തിച്ചപ്പോ എനിക്ക് ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ സത്യം അറിഞ്ഞപ്പോ എല്ലാം മാറി. പക്ഷെ ഒരു യാഥാർത്ഥ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഞാനിവിടെ കാലെടുത്ത് വച്ച നാൾ മുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്കും അറിഞ്ഞോ അറിയാതെയോ ഈ കല്യാണി മാത്രമാണ് കാരണക്കാരി.
അതുകൊണ്ട് തന്നെ എന്റെ കഴുത്തിൽ ആനന്ദ് താലി കെട്ടുന്ന അവസാന നിമിഷം വരെ ഇവള് കാരണം ആ കല്യാണം മുടങ്ങിപ്പോകുമോ എന്ന ഭയം എനിക്കുണ്ട്. ഒരു വീട്ടുജോലിക്കാരി കാരണം എന്റെ കല്യാണം മുടങ്ങിയാൽ ആ അപമാനം എനിക്ക് താങ്ങാൻ പറ്റില്ല. അതിന്റെ ഒരു ഓവർ റിയാക്ഷനാ ഇപ്പൊ ഞാൻ കാണിച്ചത്. ഐ എം വെരി വെരി സോറി. നിന്റെ ഭയം എനിക്ക് മനസ്സിലാവുന്നുണ്ട് പ്രിയങ്ക. ഒരുപക്ഷെ നീ പറഞ്ഞതുപോലെ കല്യാണി കാരണം ഈ കല്യാണം മുടങ്ങിയാൽ നിന്നേക്കാൾ അപമാനം സഹിക്കേണ്ടി വരുന്നത് ഈ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയായിരിക്കും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച അടുത്ത നിമിഷം കല്യാണി ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവില്ല. അഖിലാണ്ടേശ്വരിയുടെ കൈകൊണ്ടായിരിക്കും കല്യാണിയുടെ അവസാനം. ഇതെന്റെ വാക്ക്. ഇനി നിനക്ക് നിന്റെ തീരുമാനം എടുക്കാം. എല്ലാവർക്കും പോകാം. ആ പ്രിയങ്ക ഇരിക്കെ. ഇനിയിപ്പോ വിവാഹത്തിനുള്ള തടസ്സം എല്ലാം തീർന്നില്ലേ? ഇരിക്കാൻ സമയമില്ല ആന്റി. ഇപ്പൊ കാര്യങ്ങളൊക്കെ ഇങ്ങനെയായ സ്ഥിതിക്ക് ഒരുപാട് തിരക്കുകളുണ്ട്. കല്യാണം അടുത്തില്ലേ? എന്നാ ഞങ്ങൾ ഇറങ്ങുക. ആ ശരി. ശരിയെന്നാ. ആ വാ അമ്മ. ഒരു ഇടി വെട്ടി ഭൂമി പിളർന്ന് എല്ലാം നശിച്ചു എന്ന് കരുതിയതാ. ദൈവം രക്ഷിച്ചു. ആ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല. ഇവിടെ നടക്കുന്ന കല്യാണത്തിന്റെ ഏർപ്പാടുകളൊക്കെ ഇവിടെ വച്ച് ഈ നിമിഷം നിർത്താം. തൃച്ചംബരത്തുകാരി പറഞ്ഞ വാക്കിൽ നിന്ന് പിന്മാറില്ല. അതുകൊണ്ട് വിവാഹ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല. ഇനി നീ തീരുമാനിക്കണം, ഈ കല്യാണവുമായി മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന്. എന്റെ മകന് വേണ്ടി മനസ്സില്ലാ മനസ്സോടെ ആരും ഒരു ത്യാഗവും ചെയ്യാൻ നിൽക്കണ്ട. മോളെ, ദാ അവിടെ ഗണപതിയുടെ ഒരു ചെറിയ വിഗ്രഹം കിട്ടും. അത് വാഴയിലയിൽ വച്ചിട്ട് കണ്ണുകൾ അടച്ചു പിടിച്ച് പൂവ് വിഗ്രഹത്തിലേക്ക് ഇടണം. അങ്ങനെ പൂക്കൾ അർപ്പിക്കുമ്പോൾ ഒരു പൂവിതള് പോലും ഇലയിൽ നിന്നും താഴേക്ക് വീഴുന്നില്ലെങ്കിൽ മോളുടെ സംശയങ്ങൾക്ക് ദേവി തന്നെ ഉത്തരം തരും. അമ്മേ ഭഗവതി, ജീവിതത്തിൽ നീ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുമെന്ന് കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ അനുഗ്രഹവും. പക്ഷേ എന്നെ നീ ജീവിതം മുഴുവൻ പരീക്ഷിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഒരാപത്ത് സംഭവിക്കാതിരിക്കാൻ മനസ്സ് നിറയെ വല്ലുവഞ്ഞാണെങ്കിലും
ഞാൻ ദൂരെ മാറിയാ നിക്കണേ. പിന്നെ എന്തിനാ ഞങ്ങൾ രണ്ടുപേരെയും ഒന്നും അറിയാതെ ഓരോ പ്രശ്നങ്ങളിൽ പെടുത്തണേ? അല്ലെങ്കിൽ തന്നെ ഞാൻ കാരണം ഈ കല്യാണത്തിന് എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് എന്റെ അച്ഛനും അഖില മാഡത്തിനും ഭയമാണ്. അതിനിടയ്ക്കാ പ്രിയങ്ക മാഡത്തിന്റെ വീട്ടുകാർ വന്ന് കല്യാണത്തിന് സമ്മതമല്ലെന്ന് പറഞ്ഞത്. അത് കേട്ടപ്പോ എന്റെ ശ്വാസം നിലച്ചു പോണ പോലായി. പിന്നീട് സത്യം തെളിഞ്ഞപ്പോഴാ അവര് വീണ്ടും കല്യാണത്തിന് തയ്യാറായേ. എന്നാലും എന്റെ മനസ്സിലൊരാദി. ഇപ്പൊ നടക്കണതൊക്കെ ഓരോന്നോരോന്നായിട്ട് ആലോചിച്ച് നോക്കുമ്പോ അച്ഛനെ പോലെ അഖില മേഡത്തിനെ പോലെയും എന്റെ ഉള്ളിലും ഭയമാണ്. മനസ്സിലുള്ളതൊക്കെ ദേവിയോട് പറയാനാ ഞാനിപ്പോ വന്നതും. ഇതുപോലുള്ള പരിഹരിക്കാൻ വയ്യാത്ത സംശയങ്ങൾ വരുമ്പോ ദൈവം തന്നെ അതിനൊരു ഉത്തരം തരുമെന്ന് ഒരമ്മ പറഞ്ഞിട്ടുണ്ട്. അത് അച്ചിട്ടായിട്ട് നടന്ന കാര്യ. ഇന്നും അതുപോലൊരു സന്ദർഭം. അതേ പരീക്ഷണം ഞാൻ വീണ്ടും നടത്തും. ഉത്തരം പറയേണ്ടത് നീയാണ്. നിന്നെയാണ് എനിക്ക് വിശ്വാസം. ഇപ്പൊ ഞാൻ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചിരുന്ന പൂക്കള് ഒരെണ്ണം പോലും പുറത്തു പോകാതെ ഈ വിഗ്രഹത്തിന് ചുറ്റും തന്നെ വീഴണം. അനുഗ്രഹിക്കണേ ഭഗവാനെ. ദൈവമേ, ആപത്താണല്ലോ കാണിക്കണേ. ഇപ്പൊ എന്താ ചെയ്യാ?